ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എങ്ങനെയാണ് കണ്ണൂരിലെ ഓണവിപണിയുടെ ഒരു രീതി? ഓണവിപണി സജീവമാകുമ്പോൾ സപ്ലൈകോയുടെ ഓണം ഫെയറുകളിലും അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിലും സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുമെല്ലാമുള്ള ഓണച്ചന്തകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊതുവിപണിയിൽ സാധനങ്ങൾക്കെല്ലാം വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഈ സർക്കാരിൻ്റെ ഇടപെടലിലൂടെ ഇത്തരത്തിലുള്ള വിതരണ സ്ഥാപനങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ചെറിയ വിലക്ക് പൊതുവിപണിയേക്കാൾ 10% മുതൽ 40% വരെ വിലക്കുറവിൽ ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നിരവധി ആളുകൾ ഈ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഇത്തരത്തിലുള്ള സ്റ്റോറുകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഈ സപ്ലൈകോയുടെ 12 ഓണം ഫെയറുകളും അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ 121 ഓണം ഫെയറുകളുമുണ്ട്. സർക്കാർ സബ്സിഡി നൽകുന്ന 13 ഇന സാധനങ്ങളുണ്ട്. അത് വാങ്ങുന്നതോടൊപ്പം തന്നെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ, എല്ലാ തരത്തിലുള്ള നിത്യോപയോഗ സാധനങ്ങളും ഈ സ്റ്റോറുകളിലുണ്ട്. ഒരു സ്ഥലത്ത് പോലും സാധനം ഇല്ലാത്ത ഒരവസ്ഥ നേരിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ ഡിപ്പോകളിലെല്ലാം തന്നെയും സാധനങ്ങൾ ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അത് തീരുന്നതിനനുസരിച്ച് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോഴും ഈ തിരക്ക് അനുഭവപ്പെടാത്ത വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഈ ഓണം ഫെയറുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ആളുകൾക്ക് സാധനങ്ങൾ വളരെ കൃത്യമായി തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ ബില്ല് ചെയ്ത് സാധനങ്ങളുമായി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പോകുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ ഒരു സംവിധാനങ്ങൾ തന്നെ കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം. സഹകരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെ സജീവമായുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ ഈ സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണത്തോടു കൂടിയുള്ള ഓണച്ചന്തകളും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പൊതുവിപണിയിൽ അരിക്കും വെളിച്ചെണ്ണയ്ക്കും അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾക്കുമെല്ലാം തന്നെ വലിയ വില കൂടുതലുള്ളപ്പോൾ 40%-ഓളം വിലക്കുറവിൽ 10% മുതൽ 40%-ഓളം വരെയുള്ള വിലക്കുറവിൽ ഈ സാധനങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഓണം ഫെയറുകളിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഓണം ആഘോഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഫെയറിലെ സാധനങ്ങൾക്ക് വിലക്കുറവാണ്? നമ്മൾ സബ്സിഡി സാധനങ്ങൾ മാവേലി സ്റ്റോറിൻ്റെ അതേ വിലയിൽ സപ്ലൈകോൻ്റെ സ്ഥാപനം തന്നെയാണല്ലോ, വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ക്യൂ നിന്നിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. മറ്റുള്ള സാധനങ്ങളും സബ്സിഡി സാധനം മാത്രമല്ല മറ്റ് സാധനങ്ങൾക്കും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റുള്ള എല്ലാ തരം ഓണ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളും 10 മുതൽ 40% വരെ വിലക്കുറവിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഫെയറിലേക്ക്. ഏതായാലും താലൂക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സപ്ലൈകോയുടെ ഓണം ഫെയറുകളുണ്ട്. അതോടൊപ്പം തന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് സപ്ലൈകോയുടെ ഓണം ഈ ഫെയറുകൾ ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നത്. നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തകളെല്ലാം തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല കണ്ണൂരിലാകട്ടെ കേരള ദിനേശിൻ്റെ എല്ലാം നേതൃത്വത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളും വലിയ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സ്ഥിതിയുണ്ട്. സാധനങ്ങൾ കൃത്യമായും സ്റ്റോക്കുണ്ട്. അത് ഈ സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് ഈ ഓണം ഫെയറുകളിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ തിരക്ക് ഓണവിപണി സജീവമാകുമ്പോൾ ഈ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഓണച്ചന്തകളിലുണ്ട്. സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും അതോടൊപ്പം തന്നെ സഹകരണ സ്ഥാപനങ്ങളുടെയും എല്ലാം തന്നെ ഓണച്ചന്തകളിലുണ്ട്. ഈ വിലക്കുറവ് തന്നെയാണ് ഇവിടെ എത്തുന്നവർ ഏറ്റവും വലിയ ഒരു ആകർഷകമായിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടേക്ക് ഈ തിരക്ക് അനുഭവപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവിപണിയിലുള്ളതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ തിരക്ക്, ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള വിലക്കുറവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സാധനങ്ങൾ ആവശ്യത്തിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതൽ ആളുകളെ ഇവിടേക്ക് അടുപ്പിക്കുന്നത്. ശരി, സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള ഓണവിപണിയുടെ വിവരങ്ങൾ നൽകിയതിന്.